ഇതിനപ്പുറം എന്തു ഭാഗ്യ ഒരു പെണ്ണിന് വേണ്ടത്? മുത്തശ്ശി മോളെ, ഇത് നകുൽമോന് തേച്ചു കൊടുക്ക. മോന്റെ കൈ ഒരുപാട് പൊള്ളിയിട്ടുണ്ട്. അതെന്തിനാ ഗംഗ പുരട്ടുന്നത്? നകുലിന് തനിയെ പുരട്ടാൻ പാടില്ലേ? മാളു, നീ മിണ്ടാതിരിക്കെ. മുതിർന്നവര് സംസാരിക്കുന്നതിനിടയിൽ കയറി സംസാരിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ? അസ്വാഭാവികമായ ചില കാര്യങ്ങളാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ലോക്ക് ചെയ്ത് വീട്ടിൽ നിന്ന് പുറത്തു കിടക്കുന്ന കാറിൽ ഗംഗയെത്തണമെങ്കിൽ അതില് അകത്തുനിന്ന് ആരുടെയെങ്കിലും സഹായം കൂടിയേ തീരും. ഗംഗ എങ്ങനെ പുറത്തു കിടന്ന വണ്ടിയിലെത്തിയെന്ന് കണ്ടെത്തണം. അതുകൊണ്ട് നാളെ തന്നെ പോലീസിൽ ഒരു പരാതി കൊടുക്കാം. ഇതിപ്പോ ആദ്യമല്ല, ഇതിനു മുമ്പ് മാളുവിനെ തട്ടിക്കൊണ്ടു പോകാൻ ഒരു ശ്രമം നടന്നു. ഇതിന്റെ ഒക്കെ കാരണം എനിക്ക് അറിഞ്ഞേ പറ്റൂ. ഗുരുമ്മയാണല്ലോ. ഇതെന്താ ഗുരുമ്മ ഇങ്ങോട്ട് വിളിക്കുന്നത്? ഹലോ, ആ ഗുരുമ്മേ. ഹലോ, ശ്രേയാണോ? അതെ ഗുരുമ്മേ, പറഞ്ഞോളൂ. നിങ്ങൾ ആരെങ്കിലും എത്രയും പെട്ടെന്ന് ഇവിടെ വരണം. എന്താ ഗുരുമ്മേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനേ വരാൻ പറഞ്ഞത്. എന്താ ഗുരുമ്മേ, ടെൻഷൻ ആക്കാതെ എന്താ കാര്യം ഒന്ന് പറയേ. അല്പം ഭയക്കേണ്ട കാര്യം തന്നെയാ. എത്രയും പെട്ടെന്ന് ഇവിടേക്ക് വരിക, അല്ലെങ്കിൽ ശ്രേയയുടെ ജീവന് തന്നെ ആപത്താണ്. അയ്യോ, എന്റെ ജീവനോ? അതെ, എത്രയും പെട്ടെന്ന് എത്തുക. അപ്പോ നമുക്ക് നേരിൽ കാണാം. ഗുരുമ്മ എന്തായിരിക്കും അങ്ങനെ പറഞ്ഞത്? എന്റെ ജീവൻ ആപത്തിലാണെന്ന് പറയുമ്പോ ആ ഗൗരി എന്നെ കൊല്ലുവോ? എന്റെ ദൈവമേ, എന്തൊക്കെയാണോ വരാൻ പോകുന്നത്? ഒന്നും കാണാതെ ഗുരുവമ്മ എന്നെ വിളിച്ചിങ്ങനെ പറയില്ല. എത്രയും പെട്ടെന്ന് ഈ കാര്യം അമ്മയെ ആന്റി അറിയിച്ചിട്ട് ഗുരുവമ്മയെ പോയി കാണണം. ഇത് ഗൗരിയുടെ പണിയാ. വേണ്ട ഗൗരി, നിന്റെ കളിയൊന്നും എന്നോട് വേണ്ട. എന്റെ കയ്യിലെ മോതിരമുണ്ട്. എന്റെ അടുത്ത് വന്ന് എന്നെ തൊട്ടാലേ നീ ഭസ്മമായി പോവും. വെറുതെ കളിക്കാൻ നിൽക്കരുത്. മര്യാദയ്ക്ക് വാതിൽ തുറന്നിട്ട് വേഗം പൊക്കോ. നിന്റെ മോതിരമൊന്നും എന്നെ ഒന്നും ചെയ്യില്ലടി. നിന്നെ തീർക്കാൻ എനിക്കറിയാം. ഇത് ഒറിജിനൽ പാമ്പാണോ അതോ ഗൗരി പാമ്പായതാണെന്ന് അറിയാൻ പറ്റുന്നില്ലല്ലോ. എന്നെ കൊത്തല്ലേ പാമ്പേ. അയ്യോ, ആരെങ്കിലും വന്നൊന്ന് വാതിൽ തുറക്കണേ. അയ്യോ അയ്യോ, ആരെങ്കിലും ഒന്ന് വരണേ. അയ്യോ അയ്യോ പാമ്പേ, ആരെങ്കിലും വന്നൊന്ന് വാതിൽ തുറക്കണേ. എന്നെ പാമ്പ് കടിച്ചു കൊല്ലും. ശ്രേച്ചി, ഒന്ന് വരണേ ആരെങ്കിലും. ശ്രേച്ചി, ശ്രേച്ചി എന്താ പറ്റിയേ?
നിന്ന് പ്രസംഗിക്കാതെ വാതിൽ തുറക്കടി. എന്നെ ഇവിടെ പാമ്പ് കൊല്ലാൻ ഓടിക്കുവാ. അയ്യോ പാമ്പോ? എങ്ങോട്ടേ? പാമ്പ്. പാമ്പ് എവിടെ? പാമ്പ് എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. ഇല്ല, നീയും ഗൗരവത്തുള്ള കളിയല്ലേ, എനിക്കറിയാം. ഞാനൊന്നും ചെയ്തില്ലല്ലോ ശ്രേയച്ചി. ഇവിടുന്ന് കരയുന്ന ശബ്ദം കേട്ടിട്ടാ ഞാൻ ഓടി വന്നത്. അപ്പോഴാ വാതിൽ അടഞ്ഞു കിടക്കുന്ന കണ്ടത്. ഓ, അവളുടെ ഒരു അഭിനയം ഒട്ടും ഓവറായിട്ട് തോന്നത്തേ ഇല്ല. നിന്റെ ഈ നോട്ടവും മുഖം കണ്ടിട്ട് ഭിത്തിയിൽ വെച്ച് ഉരയ്ക്കാനാ തോന്നുന്നേ. നിന്നെ ഞാനിന്ന്. പക്ഷെ നീ ലിമിറ്റ് വിട്ടാ ശ്രേയേ. നിനക്ക് ഈ നകുലിനെ അറിയില്ല. നീ കാണുന്ന ലോക്കൽ ഗുണ്ടകളെ പോലെ അല്ല നകുൽ. ഇതാള് വേറെയാ. തൊട്ടാൻ നിന്റെ കൈ പൊള്ളും. ഓ, നിന്നെ ഉപദ്രവിക്കാനും പറ്റാതെ ആയല്ലോ. നാശം. ശ്രേയച്ചയ്ക്ക് എന്താ പറ്റിയത്? എന്തൊക്കെയാ ഇപ്പൊ പറഞ്ഞിട്ട് പോയത്? ഗുരുവമ്മയുടെ പൂജ പൂർത്തിയാവാത്ത സ്ഥിതിക്ക് ഗൗരിയുടെ കാര്യത്തിൽ നമ്മളൊരു തീരുമാനം എടുക്കണം നാത്തൂനെ. ഞാനത് ആലോചിക്കാത്തതല്ല. എന്ത് ചെയ്യണമെന്ന് ഒരെത്തും പിടിയും കിട്ടാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് ഒന്നും പറയാതിരുന്നതാ. ഒരു ആത്മാവിനെ വീട്ടിൽ അലയാൻ വിട്ടിട്ട് നമുക്ക് മനസ്സമാധാനത്തോടെ ഇവിടെ താമസിക്കാൻ പറ്റുമോ? അമ്മേ, എന്താടി നീ എന്താ പിശാച് പിടിച്ചോലെ വിളറിയിരിക്കുന്നേ? ശരിക്കും എന്നെ പിശാച് പിടിക്കാൻ വന്നതാ അമ്മേ. ഭാഗ്യത്തിന് രക്ഷപ്പെട്ടത്. എന്റെ ദൈവമേ, നീ എന്താ ഈ പറയുന്നേ? ഗൗരിയുടെ ആത്മാവ് നിന്നെ ഉപദ്രവിക്കാൻ വീണ്ടും വന്നോ? ആ, വന്നു. എന്താ സംഭവിച്ചതെന്നൊന്ന് തെളിച്ചു പറ മോളെ. ഞാൻ മുറിയിൽ നിൽക്കുമ്പോ എനിക്ക് ഗുരുവമ്മയുടെ ഫോൺ വന്നു. അപ്പൊ ഗൗരിയുടെ ആത്മാവ് പല രൂപത്തിലും ആക്രമിക്കാൻ തുടങ്ങിയല്ലേ? അതെ ആന്റി, അതെല്ലാം ഗുരുവമ്മയ്ക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. അതായിരിക്കും ഗുരുവമ്മ വേഗം എന്നോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞത്. പെട്ടെന്ന് ചെല്ലണമെന്നും അല്ലെങ്കിൽ എന്റെ ജീവൻ ആപത്താണെന്നും പറഞ്ഞു. എന്റെ ഈശ്വര, ഇത് എന്തൊരു പരീക്ഷണോ! എന്റെ മോളിത് എന്ത് തെറ്റ് ചെയ്തിട്ടാ ആ പിശാച് എന്റെ മോളെ ഇങ്ങനെ ഉപദ്രവിക്കുന്നേ? നാത്തൂനെ, ഇതിനൊരു അവസാനം എങ്ങനെയെങ്കിലും ഉണ്ടാക്കിയേ പറ്റൂ. ഈ വീട്ടിൽ വെച്ചൊരു പൂജ നടത്താൻ മഹിയുള്ളപ്പോ സാധിക്കില്ല. മറ്റെവിടെയെങ്കിലും വെച്ച് പൂജ നടത്തി ഗൗരിയുടെ ആത്മാവിനെ അവിടേക്ക് ആവാഹിച്ചു വരുത്തി ഉച്ചാടനം ചെയ്യണം. അതിന് സാധാരണ താന്ത്രിക വിദ്യ ചെയ്യുന്നവരൊന്നും മതിയാവില്ല. എങ്കിൽ അതിനു പറ്റുന്നവരെ കണ്ടെത്തണം. അതിന് തക്ക ശക്തിയുള്ളവൻ ഇവിടെയുണ്ടോന്ന് നമുക്കറിയില്ലല്ലോ ഹൈമാവതി. നമുക്കറിയില്ലെങ്കിൽ വിവരമുള്ള ആരോടെങ്കിലും ചോദിച്ചാ പറഞ്ഞു തരില്ലേ? ഇതങ്ങനെ എല്ലാരോടും പോയി ചോദിക്കാൻ പറ്റുന്ന കാര്യമാണോ അമ്മേ? പിന്നെ എന്ത് ചെയ്യും? നോർത്ത് ഇന്ത്യയിൽ നിന്ന് അഘോര പൂജ ചെയ്യുന്നവരെയോ കാമാഖിയിൽ നിന്ന് ശാക്തേയരെയോ കൊണ്ടുവരണം. എന്നാ പിന്നെ വിളിച്ചു പറഞ്ഞ നാത്തൂനെ നാളെ തന്നെ വരാൻ പറ. എന്താ? അവിടെയൊക്കെ അതിന് പറ്റിയവരുണ്ടെന്ന് കേട്ടുകേൾവി മാത്രമേ എനിക്കുള്ളൂ. അല്ലാതെ അതിലാരാണ് പൂജ ചെയ്യുന്നവരെന്നോ നമ്മളെ വിളിച്ച വരുന്നവരെന്നോ ഒന്നും എനിക്ക് അറിയില്ല. അത് ശരി. നാത്തൂൻ പറയുന്നത് കേട്ടപ്പോ ഞാൻ വിചാരിച്ചു അവരെല്ലാം നാത്തൂന് നല്ല പരിചയമാണെന്ന്. അമ്മയൊന്ന് മണ്ടത്തരം പറയാതിരിക്കോ? അങ്ങനെയുള്ളവരാരെങ്കിലും നമുക്കറിയാമെങ്കിൽ അവരെയല്ലേ നമ്മൾ ആദ്യം പോയി കാണൂ. അത് ശരിയാ. നമ്മളിപ്പോ ഈ പറഞ്ഞ സ്ഥലത്തൊക്കെ ചെന്നാലും അതിൽ നല്ല ആളുകളെ, അതായത് യഥാർത്ഥ ശക്തിയുള്ളവരെ കണ്ടുകിട്ടാൻ പ്രയാസമായിരിക്കും. കിട്ടിയ തന്നെ അവരൊക്കെ നമ്മളെ സഹായിക്കാൻ തയ്യാറാവണമെന്ന് നിർബന്ധവുമില്ല. അതൊക്കെ വെറുതെയാ. കാശ് കൊടുത്ത് ആരാണെങ്കിലും വരില്ലേ? ഇല്ല, അവരൊക്കെ എല്ലാം ഉപേക്ഷിച്ച്
ഈശ്വര ധ്യാനത്തിലും അവരുടെ നിഷ്ഠകളിലും മനസ്സുറപ്പിച്ച് ജീവിതം നയിക്കുന്നവരാ. പണം കാണിച്ച് അവരെ മോഹിപ്പിക്കാനൊന്നും നമുക്ക് സാധിക്കില്ല. ഷോ അങ്ങനെയൊക്കെ ആൾക്കാരുണ്ടോ? ഉണ്ടമ്മേ. അതുപോലെ കാശ് കൊടുത്ത ഓടി വരുന്നവരും ഉണ്ട്. പക്ഷേ അവരൊക്കെ വ്യാജന്മാരായിരിക്കും. അതെ, നമ്മുടെ മുന്നിൽ വരുന്നവരിൽ 90% വ്യാജന്മാരായിരിക്കും. അപ്പൊ ഇതൊക്കെ വെറുതെ പറയാവുന്നേ ഉള്ളൂ, നടപ്പാവുന്ന കാര്യമൊന്നും അല്ലല്ലേ? വന്നിട്ടും പോയിട്ടും നമുക്ക് ഗുരുവമ്മ തന്നെ ശരണം. എന്റെ പൊന്നു മോളെ, നീ എത്രയും പെട്ടെന്ന് പോയി ഗുരുവമ്മയെ കാണ്. തൽക്കാലം ഗൗരിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനുള്ള എന്തെങ്കിലും പരിപാടി ഗുരുവമ്മ ചെയ്തു തരും. അതെ, ഹൈമാവതി പറഞ്ഞ പോലെ തൽക്കാലം ഗുരുവമ്മയെ തന്നെ കാണാം. ഞാൻ പറഞ്ഞ വഴിയിൽ കാര്യങ്ങൾ നടത്താൻ എന്നെ കൊണ്ടാവും പോലെ ഞാനും ശ്രമിച്ചു നോക്കാം. ശരി, ഞാൻ ഉടനെ തന്നെ പോയി ഗുരുവമ്മയെ കാണാം. ആ നകുൽ എവിടെ ഇല്ലേ? അയാളുടെ ഫോണിൽ റിംഗ് ചെയ്യുന്നത്. ഇതിലെന്തെങ്കിലും കള്ളത്തരം കാണും. അതുകൊണ്ടല്ലേ പലപ്പോഴും അയാൾ ആളുകളുടെ മുന്നിൽ വെച്ച് കോൾ എടുക്കാതെ ഫോൺ കട്ട് ചെയ്യുന്നത്. അയാൾ ഇവിടെ ഇല്ലല്ലോ, ഒന്ന് എടുത്തു നോക്കാം. ബോംബെ ബോസോ? എന്തായാലും എടുത്തു നോക്കാം. അയാൾ കുളിക്കുവാണെന്ന് തോന്നുന്നു. എത്ര നേരമായിട്ട് വിളിക്കുന്നു? നിനക്കെന്താ ഫോൺ എടുക്കാൻ ഇത്ര താമസം? നകുൽ, നീ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ നിനക്ക് എന്നെ അറിയില്ല. നീ എന്താ മിണ്ടാത്തത്? ആ പെണ്ണിന്റെ ഫോട്ടോ കാണിച്ച് എന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ട് അവിടെ സുഖിച്ച് മണവാളനായിട്ട് കഴിയാന്ന് വല്ല വിചാരം ഉണ്ടെങ്കിൽ നകുലേ, അത് വെറുതെയാ. ഞാൻ കാണാത്തതും കേൾക്കാത്തതുമായിട്ടൊന്നുമില്ല. ആ ഓർമ്മ നിനക്ക് വേണം. ഒരു ജോലിയും കൂലിയില്ലാതെ തെണ്ടിത്തിരിഞ്ഞ് നടന്ന നിന്നെ ഇന്നത്തെ നകുലാക്കാൻ എനിക്കറിയാമെങ്കിൽ പഴയതുപോലെ നിന്നെ ജയിലിലാക്കാൻ എനിക്കൊരു വിരൽ ഞൊടിക്കാനുള്ള സമയം മാത്രം മതി. നീ എന്താ മിണ്ടാതെ നിന്നെ പറ്റിക്കാമെന്ന് കരുതിയോ? ഇപ്പൊ നീ കാണിക്കുന്ന ഓരോന്നിനും എണ്ണി എണ്ണി നിന്നെ കൊണ്ട് കണക്ക് പറയിക്കും ഞാൻ അവസാനമായിട്ട് പറയുക, ഒരാഴ്ചക്കുള്ളിൽ നിന്റെ വധുവായ ഗംഗ എന്റെ കാൽച്ചൂട്ടിൽ എത്തിയിരിക്കണം. ഇല്ലെങ്കിൽ നിന്റെ ഹണിമൂൺ സെൻട്രൽ ജയിലിലായിരിക്കും. ഓർത്തോ? മാളു, എന്റെ ഫോൺ താ. ഇല്ല, ഞാൻ തരില്ല. നീ കള്ളനാ, അതിനെ എല്ലാവരും അറിയട്ടെ. എന്റെ ഫോൺ തരാനാ പറഞ്ഞേ. മാളു നിക്ക്, മാളു നിക്ക്, നിക്ക് മാളു. എന്റെ ഫോൺ തരാൻ. നിക്കില്ല. ഫോൺ തരാൻ. അച്ഛാ, എന്താ മോളെ, എന്തിനാ നീ ഓടുന്നേ? ദാ അച്ഛാ. ഇത് ആരുടെ ഫോണാ? ഇതാ നകുലിന്റെ ഫോൺ അച്ഛാ. ഞാൻ പറഞ്ഞില്ലേ അയാളൊരു കള്ളനാ. നോക്കിക്കേ. മഹി, അത് എന്റെ ഫോണാ. എന്തിനാ മാളു നകുലിന്റെ ഫോൺ എടുത്തത്? അച്ഛാ പ്ലീസ്, അതിലൊരാളുണ്ട്. അവൻ നമ്മുടെ ഗംഗയുടെ കാര്യാ പറഞ്ഞത്. മോളെന്തോ തെറ്റിദ്ധരിച്ചതാ മഹി. അതെന്റെ ഫ്രണ്ടാ ഫോണില്. അച്ഛൻ നോക്ക്, ഞാൻ പറഞ്ഞ സത്യ. മഹി, ആ ഫോൺ ഒന്ന് താ. മഹി, അതൊരു എമർജൻസി കോളാ. അല്ലച്ചാ, അത് ഇയാളുടെ ബോസാ. അച്ഛൻ വേണമെങ്കിൽ നോക്ക്.
ഇതാരേ ഈ ബോംബെ ബോസ്? അത് പിന്നെ മഹി അതിന്റെ ഒരു ഫ്രണ്ടാ. അവനെ ഞങ്ങള് കളിയാക്കി വിളിച്ചിരുന്നൊരു പേരാ ബോംബെ ബോസ്. അല്ല അച്ഛാ. നീ എന്താ ഒന്നും മിണ്ടാത്തത്? നിനക്ക് അവിടെ സുഖമല്ലേ? എന്താ കല്യാണം ഉറപ്പിച്ചതിന്റെ ജാടയാണോ? അതാണോ നീ മിണ്ടാതിരിക്കുന്നത്? നിന്റെ ഗംഗ നല്ല ഐശ്വര്യമുള്ള പാവം കുട്ടിയാണെന്നൊക്കെ പറഞ്ഞപ്പോ ഇപ്പോഴേ താമസം മാറുമെന്ന് ഞാൻ കരുതിയില്ല. എങ്ങനെ മാറാതിരിക്കും? നിന്റെ ഭാഗ്യമാണ് ഗംഗയെന്നൊക്കെയല്ലേ പറയാറ്. താങ്ക് യു മഹി. എന്താ അച്ഛാ ഇത്? എന്തിനാ ഫോൺ കൊടുത്തത്? അത് നകുലിന്റെ ഫ്രണ്ടല്ലേ മോളെ? അച്ഛനും എന്നെ വിശ്വാസമില്ലേ? ഫോണിൽ സംസാരിച്ചത് ഏതോ ദുഷ്ടനാ, അതെനിക്ക് ഉറപ്പാ. അങ്ങനെയല്ല, ഫ്രണ്ടാണെന്നല്ലേ മോളെ നകുല് പറയുന്നത്? അയാള് നുണ മാത്രമല്ലേ പറയൂ. അയാള് പറയുന്നതാണോ അച്ഛന് വിശ്വാസം? ഏയ് അല്ല, എനിക്ക് എന്റെ മോളെ തന്നെ വിശ്വാസം. പക്ഷേ നമ്മൾ ഈ കാര്യത്തിൽ നിസ്സഹായരാണ് മാളു. പക്ഷെ നമ്മുടെ ഗംഗ പാവല്ലേ? ഗംഗ ഇയാൾ ഉപദ്രവിക്കും. അതിന് ഇയാളുടെ കൂടെ ഫ്രണ്ട്സും ഉണ്ടെന്നാ തോന്നുന്നത്. അവൻ ഗംഗയുടെ കാര്യം തന്നെയാ പറഞ്ഞത്. അച്ഛൻ എന്താ ഒന്നും മിണ്ടാത്തത്? എന്തെങ്കിലും പറ. നിന്റെ അച്ഛൻ ഒന്നും പറയില്ലടി. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഗംഗയെ ഞാൻ കൊണ്ടുപോയിരിക്കും. മാളു, ഗംഗ നല്ല കുട്ടിയാ. അവൾക്ക് ദോഷം വരുത്തുന്നതൊന്നും അവളുടെ ശ്രീമഹേശ്വരൻ ചെയ്യില്ല. അതുകൊണ്ട് മോള് വിഷമിക്കാതെ. പിന്നെ നകുൽ, അയാളെക്കുറിച്ച് അച്ഛൻ അന്വേഷിക്കുന്നുണ്ട്. എത്രയൊക്കെ മറച്ചു വെച്ചാലും സത്യം എന്തെങ്കിലും പുറത്തു വരിക തന്നെ ചെയ്യും. ആ കാലമൊക്കെ കഴിഞ്ഞു മഹി. ഇന്ന് ഈശ്വരൻ എന്നെ പോലുള്ളവർക്കൊപ്പം. ഹലോ ബോസ്. ആരാ ഫോൺ അറ്റൻഡ് ചെയ്തത്? ആ, അതൊരു കുരുത്തക്കേട് പിടിച്ച കൊച്ച. അവൾ ഒരുത്തി കാരണോ ഗംഗയെ കൊണ്ടുവരാൻ പറ്റാത്തത്. നാണമുണ്ടോടാ നിനക്ക് എന്നോട് പറയാൻ? ഒരു പീക്കിരി കൊച്ചിനെ പേടിയാണ് പോലും. ബോസ് വിചാരിക്കുന്ന പോലെ അവളത്ര നിസ്സാരക്കാരിയൊന്നും അല്ല. അവൾക്ക് ഒടുക്കത്തെ ബുദ്ധിയാ. നിനക്കില്ലാത്തതും അതാണല്ലോ. നിനക്കുള്ള കൗണ്ട് ഡൗൺ തുടങ്ങിക്കഴിഞ്ഞു നകുൽ. ഇനി എത്രയും പെട്ടെന്ന് ഗംഗ ഇവിടെ എത്തിച്ചിരിക്കണം. അല്ലെങ്കിൽ നകുലിന് ഒരുപാട് ദുഃഖിക്കേണ്ടി വരും. ബോസ് എന്നെ വിശ്വസിക്കണം. ഞാൻ തന്ന വാക്ക് ഞാൻ പാലിച്ചിരിക്കും. ഗംഗയെ എത്രയും പെട്ടെന്ന് തന്നെ ബോസിന്റെ മുന്നിൽ എത്തിച്ചിരിക്കും. എങ്കിൽ നിനക്ക് കൊള്ളാം, അറിയാലോ എന്നെ. ചെയ്യാം ബോസ്. ആ പെണ്ണ് ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ പണ്ടേ എന്റെ ജോലി ഞാൻ ചെയ്തു തീർത്താനെ. നമുക്ക് ശല്യമായി നിൽക്കുന്ന ഒന്നിനെയും ബാക്കി വെക്കേണ്ട കാര്യമില്ല. അതിനെന്താ വേണ്ടതെന്ന് ഇനി ഞാൻ പറഞ്ഞു തരണോ? അറിയാം ബോസ്. പക്ഷേ മോളത് എന്തെടുക്ക? എന്തിനാ നീ ഫോൺ കട്ട് ചെയ്തത്? ബാക്കിയും കൂടി പറ. നിന്റെ എല്ലാ കള്ളത്തനവും ഞാൻ കേൾക്കട്ടെ. അയ്യോ, കള്ളത്തരോ? മോള് ഇത് എന്തൊക്കെയായി പറയുന്നേ? ഫോണിങ് താ. താരാന്നേ. ഫോൺ താ. ഫോണിങ് താ. താരാന്നേ. തരാനല്ലേ പറഞ്ഞത്? മോളെ മാളു, നീയേ കുഞ്ഞ. നീ എന്നോട് കളിക്കാറായിട്ടില്ല. ഇങ്ങനെ പോയാ അതുവരെ നീ വളരില്ല. ഈ ഒരു വീഡിയോയിലും നിനക്ക് കളയാൻ പറ്റൂ. നിന്റെ കള്ളത്തരം പിടിക്കാനേ എനിക്കറിയാം. എന്റെ ഗംഗയെ ഉപദ്രവിക്കാനാ നീ നോക്കുന്നത്. അതിന് നിന്നെ ഞാൻ സമ്മതിക്കില്ല.
എന്റെ പൊന്നുമോള് പോയി കളിക്ക്. അല്ലെങ്കിൽ ഗംഗയോട് പോയി പാല് തരാൻ പറ. അതാ നിനക്ക് പറഞ്ഞിരിക്കുന്നത് കേട്ടാ. നിന്നെ ഞാൻ പൂട്ടുവടാ. മണിച്ചിത്ര താഴിട്ട് പൂട്ടും. എടാ, നീ ഇനി ഇങ്ങനെ ആലോചിച്ച് നിന്നിട്ട് എന്താ കാര്യം? മാളുവിനുള്ള ബുദ്ധി പോലും നിനക്കില്ലേ മഹി? എനിക്കൊന്നും അറിയാഞ്ഞിട്ടല്ല ഇന്ദ്ര. പക്ഷേ എനിക്ക് പറയുന്നതിൽ ചില ലിമിറ്റേഷൻസ് ഉണ്ട്. അതൊക്കെ ശരിയാ. പക്ഷേ നീ ഗംഗയെ കുറിച്ച് ഓർക്കണം. ഗംഗ ഒരു പാവം കുട്ടിയാ. അതെ, അത് തന്നെ എൻ്റെ ടെൻഷൻ. നമ്മൾ വിചാരിച്ചാലും കൂടുതൽ ഡേഞ്ചറാണ് ആ നകുലെന്നാ എനിക്കിപ്പോ തോന്നുന്നത്. മാളു ആ ഫോൺ കൊണ്ടു തന്ന സമയം എന്നോട് ഉറപ്പിച്ച് പറഞ്ഞതാ ആ കോളിൽ ഗംഗയെക്കുറിച്ചാണ് പറഞ്ഞതെന്ന്.